ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെതാണ്. ചോക്ലേറ്റ് ട്രഫിളിനും ബ്ലാക്ക് ഫോറസ്റ്റിനും ഒക്കെ ബേസ് ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. മെഷർമെൻറ്റ്സ് ഒക്കെ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബിഗ്നേഴ്സിന് പോലും ഈസി ആയിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലോ കുക്കറിലോ അല്ല ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, സാധാ ഒരു തട്ടിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് കേക്ക് ടിന്നും കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള തട്ടൊക്കെ തയ്യാറാക്കി വെക്കാം. ഓവനിലാണ് തയ്യാറാക്കുന്നതിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 1 kg കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബട്ടർ പുരട്ടിയിട്ട് എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ മൈദ തട്ടിക്കൊടുത്താലും മതി. മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കണം. 250 ml ഈ ഒരു കപ്പിൽ വടിച്ചെടുത്തിട്ട് മൈദ ഞാൻ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ വടിച്ചെടുത്തിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അവസാനമായിട്ട് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ഡാർക്ക് കൊക്കോ പൗഡറാണ് ചോക്ലേറ്റ് കേക്കിന് എടുക്കേണ്ടത്. ഇത് ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുമല്ലോ. മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും ഒഴിച്ചു കൊടുക്കുക. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ബട്ടർ എസൻസും മിൽക്ക് എസൻസും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ. ഇനി ഇത് ഫസ്റ്റ് ഒന്നിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കുക. മുട്ട ചെറുതായി പതഞ്ഞ് വന്നാൽ അതിലേക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുക. മൈദ എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ ഐസിങ് ഷുഗർ എടുക്കണം. ഞാൻ 1 കപ്പ് മൈദയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഐസിങ് ഷുഗറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഐസിങ് ഷുഗർ ഇല്ല എങ്കിൽ മൈദ അരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്താലും മതി. കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ഫ്ലഫി ആയി കിട്ടണം. എന്നാലേ നമ്മളെ കേക്ക് നന്നായി പൊങ്ങി വരുമല്ലോ. നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവ ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഓയിൽ ഇല്ല എങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതായാലും മതി. ബാറ്റർ റെഡിയായാൽ തന്നെ കൂടുതൽ സമയം ഇങ്ങനെ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കണം. 1/4 കപ്പ് പാലിൽ 1 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ചൂടാക്കിയിട്ട് തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ അതുകൂടി കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം.
എല്ലാം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത്, അപ്പോൾ ബാറ്റർ താണു പോകും. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കണം. സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കേക്ക് വീട്ടിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂർ മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. കുറച്ച് കുറയുകയോ കൂടുകയോ ചെയ്താൽ തന്നെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസും കോഫിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ്, താണു പോയിട്ടൊന്നുമില്ല. സാവധാനം മിക്സ് ചെയ്ത് കൊടുത്താൽ താണു പോകുകയൊന്നും ചെയ്യില്ല ബാറ്റർ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു തട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കേക്ക് നന്നായിട്ട് തട്ടിക്കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാകും. ഈ ഒരു തട്ടിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് മുകളിൽ ഒരു ലിഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. കേക്ക് ടിൻ ഇല്ലാത്തവരാണെങ്കിൽ സാധാ ഒരു സ്റ്റീൽ പാത്രത്തിൽ മൈദ തട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു മുകളിൽ വെയിറ്റ് വെച്ച് കൊടുക്കുക, ആവി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 45 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.